നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് നീലിമയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്നും നീലിമയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്നും ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുമുണ്ട്. ജഗനെന്താ നീലിമയെ ഇഷ്ടമല്ലാത്തത്? അതോ അത് എന്റെ മനസ്സിലൊരു പെണ്ണുള്ളതുകൊണ്ട്. യശോദ തരുന്ന ഭക്ഷണം വാശി പിടിച്ച് തട്ടിയെറിഞ്ഞവനല്ലേ നീ? പ്രകാശന്റെ പ്രവൃത്തിയും അങ്ങനെ കാണാമേ. അവന്റെ അജ്ഞതയ്ക്ക് മാപ്പ് കൊടുക്കണേ ഭഗവാനെ. അന്നൻ ദൈവമാണെന്ന് അവൻ അറിയില്ല. ഹലോ. മോനെ, ഞാനാ. അച്ഛനായിരുന്നോ? എന്താ അച്ഛാ? മോനെ, വർഷയും മോനെയൊക്കെ കണ്ടിട്ട് കുറെ നാളായി. ഒന്ന് കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നല്. വയസ്സായി വരുന്നതിന്റെ ആവും. പറ്റുമെങ്കിൽ മോൻ വർഷയും കൂട്ടി ഇവിടെ ഒന്ന് വന്ന് 2 ദിവസം നിൽക്കും നിങ്ങള്. അല്ല മോൻ എന്താ ഒന്നും പറയാത്തെ? അച്ഛാ, അവിടെ വന്ന് നിൽക്കുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാ. അച്ഛൻ തന്നെ അത് നേരിട്ട് വർഷയോട് പറ. മോൻ വർഷയുടെ ഫോൺ കൊടുക്കേ. അത് വർഷ ഇവിടെ ഇല്ല. അവിടെ ഇല്ലേ? അവളെവിടെ പോയി? ഉണ്ട്. അവള് കുളിക്ക. വർഷ ഇറങ്ങിയാലുടൻ ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ശരി. പിന്നെ അച്ഛന് സുഖം തന്നെയാണല്ലോ അല്ലേ? പിന്നെ നല്ല സുഖം. അപ്പോ വർഷം വരുമ്പോ അങ്ങോട്ട് വിളിക്കാം. അല്ല മോന്റെ ബിസിനസ് ഒക്കെ ഇപ്പൊ എങ്ങനെ? ഹലോ ഹലോ. കട്ട് ചെയ്തു. പിന്നെ പന്നക്കിളവനും മോളെ കാണത്തിന്റെ വിഷമം. വിശേഷം അന്വേഷിച്ച് വിളിച്ചിരിക്കുക. 2 ദിവസം അവിടെ ചെന്ന് നിൽക്കാൻ, അതും വർഷം കൊണ്ട് നിന്നത് തന്നെ. ആരാ വിളിച്ചത്? അതോ അത് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിന് കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചതാ. ക്രെഡിറ്റ് കാർഡോ? പക്ഷേ അച്ഛൻ എന്തോ പറയുന്ന പോലെ കേട്ടു. കേട്ട് കാണും. ക്രെഡിറ്റ് കാർഡേ അച്ഛാ ബഹുത്ത് അച്ഛാന്ന് പറഞ്ഞതാ. ആണോ? എന്റെ അച്ഛനെയും അമ്മയും കണ്ടിട്ട് കുറെ ദിവസമായി. നമ്മൾ എപ്പോഴും അങ്ങോട്ട് പോവാ? നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാലോ മോളെ. പക്ഷേ ഈ ജോലി തിരക്കൊന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ 2 പേരും കൂടെ ഒരുമിച്ച് പോകുന്നു. കൈ നിറയെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് അടിച്ചു പൊളിച്ചങ്ങ് പോവാം. എന്തു പറയുന്നു? താങ്ക് യു ഏട്ടാ. ടിഫിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഏട്ടന്റെ ഫേവറേറ്റ് ഐറ്റം പഴംപൊരിയും ചായയും. ഗുഡ് ഗുഡ്. ഇങ്ങനെ ആവണം ഭാര്യമാരാ. വേഗം പോയി എടുത്തു വെക്കേ, ഞാൻ എത്തി. ശരി. മൊബൈൽ ക്യാമറ ഇവിടെ, അത് ഓണാക്കി വെക്കണം.
തന്തയെന്നും തള്ളയെന്നും സഹോദരങ്ങളെന്നും പറഞ്ഞ് ആരും വിളിച്ച് ശല്യപ്പെടുത്തില്ലല്ലോ. ഓരോന്നും ബന്ധവും സ്വന്തം പറഞ്ഞ് രാവിലെ തന്നെ മൊബൈൽ കുത്തി പിടിച്ചോണ്ടിരിക്കും. ഈ ഫോൺ വിളി കാരണം പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നത്. മാധവൻ നായർ അങ്ങനെ മോളെ വിളിക്കണ്ട. മാധവൻ നായരെന്നല്ല ആരും. വന്ദന, വന്ദന, ഇത് ജഗനായിരുന്നോ? പുറകിലൊരു ബൈക്ക് വരുന്നത് കണ്ടപ്പോ ഞാൻ കരുതി വല്ല പൂവാലിനും ആയിരിക്കുമെന്ന്. ആ എനിക്കെന്താ പൂവാലനായിക്കൂടെ? പൂർവ്വ പൂവാലൻ. ഈ പൂർവ്വ വിദ്യാർത്ഥി എന്നൊക്കെ പറയുന്ന പോലെ. അല്ല, ജഗനെന്താ ഇവിടെ? ആ, ഞാൻ വന്ദനെ കാണാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് അമ്പലത്തിലേക്ക് പോയെന്ന്. എന്താ ജഗൻ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അത് വന്ദനെ, ഞാനും നീലിമയും തമ്മില് കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തോ? എന്നാ കല്യാണം? നല്ല പെൺകുട്ടിയത്. ജഗന് നന്നായി ചേരും. വന്ദനെ, പ്ലീസ് ഒന്ന് നിർത്തുന്നുണ്ടോ? വന്ദന കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എനിക്ക് നീലിമയായിട്ട് ഒരു ബന്ധവുമില്ല. നീലിമയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യവുമില്ല. ഒരുപാട് സങ്കല്പങ്ങളുള്ള ഒരു പെൺകുട്ടി അവള്. എനിക്ക് നീലിമയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്നും നീലിമയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്നും ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുമുണ്ട്. ജഗനെന്താ നീലിമയെ ഇഷ്ടമല്ലാത്തത്? ആ, അതോ, അത് എന്റെ മനസ്സിലൊരു പെണ്ണുള്ളതുകൊണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.